പോയി അവിടെ കേൾക്കണ്ടാണോ എന്റെ കൂടെ ഇവിടെ വരും ഇങ്ങൊന്നും അതിന് വാങ്ങില്ല ഞാന് സൗദേവന്റെ ഭാര്യ എന്റെ മോൾ ഇവിടെ തന്നെ താമസിക്കും നിങ്ങൾ പറഞ്ഞില്ല അത് നിങ്ങൾ പറഞ്ഞില്ല പാടാമില്ല ഒരവനും പറഞ്ഞില്ല തോമസാരും പറഞ്ഞില്ല മറ്റവനാരാ മോഹൻ സിംഗ് മോഹൻ സിംഗ് നിന്റെ പെണ്ണുമ്പോഴേ അങ്ങോട്ട് വേണം എവിടെ പോകാനില്ല പെണ്ണുമ്പോഴ എന്റെ ക്യാമറയൊക്കെ അടിച്ചു പൊട്ടിച്ച മുണ്ടകളുടെ വാഴ ഞങ്ങളെ കെട്ടാതിരിക്കാൻ രണ്ട് ഹിന്ദുക്കാരും ഇവിടെ തന്നെ വരും വരുമ്പോഴാ ഇവിടെ തന്നെ ഹിന്ദുക്കാരും വരും എന്നെ കൊല്ലണം എന്നെ എന്തെങ്കിലും കൊല്ലണം അതും ഇതൊക്കെ ചെയ്ത് കൊല്ലണം ഇവന്മാർക്ക് എന്തൊക്കെയോ കിട്ടണം അതിന് ഇവന്മാരെ ഇറങ്ങിയിരിക്കുക അങ്കടി എന്ന് പറയുന്ന അവനാ രോഗം മുഴുവനും ഞാൻ അറിയാത്തോനാ ഞാൻ അറിയത്തില്ല അവരെ ഭൂറോത്സവം ചെയ്യാൻ നടക്കുന്നതാണ് മന്ത്രി എന്നെ 7 ദിവസത്തിനുള്ളിൽ ഏറെണ്ണം ചെയ്ത് കളയുന്നവനാ അവനെ മന്ത്രിക്ക് ഭൂറോത്സവം അറിയാം 7 ദിവസത്തിനുള്ളിൽ ഏതാണ്ട് ചെയ്ത് കളയും പോയോ പോയോ അവിടെ ഉണ്ടായിരുന്നു മാമൻ മിണ്ടാതിരിക്കും അവന്മാരെ പേടിച്ച് അതുപോലെ അങ്ങനെയൊക്കെ പഠിക്കേണ്ട കാര്യം പറഞ്ഞ ഈ പൊട്ടേക്ക് ആരാ 100 പെണ്ണുങ്ങളെ കൂടെ പുറത്തു പെണ്ണും ഭാഗത്തേക്ക് 2 ആണുങ്ങളാ പാട്ടും 3 ഞങ്ങളെ പോലും അങ്ങനെ കൊടുത്തിട്ടില്ല പിള്ളേരെല്ലാം കൂടെ വന്ന് ഇതാക്കും നാളെ അമ്മയും കൂടെ പറഞ്ഞേ വരത്തില്ല ഇവിടെ കേറത്തില്ല കേട്ടത്തില്ല ഹിന്ദുക്കാരൻ എന്റെ മോളെ പോലെ തന്നെ താമസിക്കും എന്റെ മോളെ തന്നെ താമസിപ്പിക്കാൻ എന്റെ മോളെ ഹിന്ദുക്കാരുടെ കൂടെ തന്നെ താമസിപ്പിക്കാനാ എന്റെ മോളെ ഞാൻ ഹിന്ദുക്കാരുടെ കൂടെ താമസിപ്പിക്കത്തില്ല എന്തോ രോഗം എന്നോടുള്ള രോഗം ഇത് നിങ്ങൾ കണ്ടുപിടുപോലെ എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കി ഇവന്മാരിതുപോലെ കൂട്ടായിട്ടായിരുന്നു ആൾക്കാരോട് ചോദിക്കണം എന്തോ ഒരു കൂട്ടായിട്ടോയന്മാർ നടത്തുന്നത് ഞാനിവിടെ എന്റെ വായിലാണ് കൂട്ടായിട്ടം എന്തോ പിടിച്ചു കെട്ടലും എന്തെല്ലാം കൂട്ടായിട്ടോ രോഗം അവന് പൈസ കിട്ടുന്നില്ല യുവമാർക്ക് എന്തൊക്കെയോ പൈസ അടിക്കാൻ പറ്റുന്നില്ല നമ്മുടെ വസ്തുവകയൊക്കെ പിടിച്ചു പറിക്കാൻ പറ്റുന്നില്ല എന്നെ വകവരുത്താൻ പറ്റുന്നില്ല ആരാണ് സിംഗിളെന്ന് പറഞ്ഞാൽ ആരാണോ ഞാൻ നാളെ രാവിലെ കാണാൻ അവൻ ആരാ നന്ദിയുടെ മോനെ ഈ നന്ദിയുടെ മോനെ ആരാ ഇവിടെ നന്ദിയുടെ മോനെയൊക്കെ ഞാൻ അറിയുന്നത് അറിയാത്ത ആരാ നന്ദിയൊന്നും വെറും കാണാൻ വരണ്ട അവന്റെ വീട്ടിൽ പോയി ഫാമിലിക്ക് മന്ദിരത്തിന് ഇങ്ങനെ ആദ്യം മന്ദിരത്തിൽ പൈസ കൊടുക്കുക അല്ല വേറെ ആരും എന്റെ ഭർത്താവ് പറഞ്ഞ എനിക്കറിയാം ഈ മന്ദിരത്തിന് ആദ്യമായിട്ട് പൈസ കൊടുത്ത എന്റെ ഭർത്താവാ അങ്ങനത്തെ ഭർത്താവിന് ജോലി ഉണ്ടാകും കൊടുത്തു അതുകൊണ്ട് ആദ്യമായിട്ട് പൈസ കൊടുത്ത എന്റെ ഭർത്താവ് അതേക്കുമാരൊന്നുമല്ല ഈ സ്വാമിക്കാർക്ക് എന്തോ വരുമാനം കണ്ടവരെ പറ്റിക്കുന്ന വരുമാനം കണ്ടവരെ പറ്റിക്കുന്ന വരുമാനമായിരിക്കും അവർക്കുള്ളത് അല്ല വേറെ ഒന്നുമില്ലല്ലോ കണ്ടവരെയൊക്കെ നക്കുന്ന വരുമാനം സഹദേവനായാലും നക്കാൻ പോകില്ല സഹദേവൻ അന്തസാരി ജോലി ചെയ്താൽ ജീവിച്ചത് അടിച്ചു കൊല്ലാൻ നോക്കുന്ന അവനെല്ലാം കൂടെ നമ്മളെ അടിച്ച് ശരിയാക്കും എന്നൊക്കെ സോമന്മാര് പറയുന്നത് ശരിയാക്കും ഏതൊക്കെ പിള്ളേരെ വിളിച്ചോണ്ടോ നാളെ വരുന്നേന്ന് ഞാൻ അറിയാത്ത പിള്ളേർ വിടണമില്ല ഞാൻ വരുന്ന പിള്ളേരെ ഇവിടെ നമുക്കൊന്നും ജീവിക്കാനൊക്കത്തില്ല ഇവിടെ കൊള്ളാമല്ലോ അത്ര ധൈര്യം ഉണ്ടെങ്കിൽ കൊണ്ടുവരണ്ട ഏതറിയാൻ കൊണ്ടുവരണ്ട എന്താ വായി വീശുക മോഹൻ സിംഗിന്റെ പെണ്ണുമ്പോഴേ എനിക്കടാ മോഹൻ സിംഗിന്റെ പെണ്ണുമ്പോഴേ എവിടെ പോയോ മോഹൻ സിംഗിന്റെ പെണ്ണുമ്പോഴോ അവന്റെ അറിഞ്ഞ പെണ്ണുമ്പോഴോ മോഹൻ സിംഗിന്റെ പെണ്ണുമ്പോഴോ അതിന് മറുപടി മോഹൻ സിംഗിനെ പെണ്ണുമ്പോഴേക്ക്
പോയിന്ന് അതോടെ എന്താ വേണമില്ല ഞങ്ങളുടെ വീട്ടിൽ ജീവിക്കും മരണം വരെയും ഇതൊക്കെ വേണോ കൊല്ലാൻ എന്റെ മോളി ഞാനും തന്നെ കൊണ്ട് വേണോ കൊല്ലാൻ കയ്യിൽ വന്നെങ്കിൽ വേണോ കൊല്ലാൻ മോഹൻ തന്നെ നീങ്ങി വേണം ഞങ്ങളെ കൊല്ലാൻ നിന്റെ പെണ്ണുമ്പിള്ള അങ്ങോട്ട് പോയി വേണം ഇവിടെ നല്ല എല്ലാരും പറയുന്നു എവിടെ അവിടെ കൂടെ കൊല്ലാം അവിടെ ആരുടെ കൂടെ പോയി സാരിയോ നിന്റെ പെണ്ണുമ്പിള്ള സാരിയുടെ കൂടെ പോയോളാം എടാ അങ്ങനെ നിന്റെ പെണ്ണുമ്പിള്ള സാരിയുടെ കൂടെ വരാനുള്ളതായിരുന്നു ആൾക്കാരെ നീ കൊണ്ടുവന്ന പെണ്ണുമ്പിള്ള സാരിയുടെ കൂടെ വരാനുള്ളതായിരുന്നു വല്ലവരും പറയുന്നത് കേട്ടോണ്ടെങ്കിൽ സാരിയുടെ കൂടെ വെച്ചോ നിന്റെ പെണ്ണുമ്പിള്ള ഏടാ നിനക്ക് പെണ്ണുമ്പിള്ള വേണ്ടായിരുന്നു സാരിയുടെ കൂടെ വരാനാണ് നീ കൊണ്ടുവന്നത് അത് ഞാൻ ചോദിക്കുമോ നിന്നോട് പോകാനെ പെണ്ണുമ്പിള്ള വേണ്ട അവന് 10,000 അവന് പെണ്ണുകായിട്ടും പെണ്ണുങ്ങളൊന്നും വേണ്ട അവന് സന്താനന്മാരുണ്ട് ചുരക്കാരുണ്ട് എല്ലാ ജാതിക്കാരും അമ്പൂറും ഉണ്ട് കിടക്കാന് അവൻ നേരം കഴിയുമ്പോ അതുകൊണ്ടാ 10-ാം മണി പോയി നോക്കാൻ വിളിച്ച് അമ്മ മരിച്ചപ്പം 4 മണി 6 വിളിച്ച് അമ്മ മരിക്കുന്നതാ ഞാൻ പലക്കുട്ടിയും തൊഴിൽ വിളിച്ച് അമ്മ മരിക്കും എല്ലാവർക്കും പോവാം ഇവൻ അപ്പോഴും വന്നിട്ട് ഇവൻ പുസ്തകത്ത് കിടക്കുക സന്ധ്യ ആയപ്പോഴാണ് വരുന്നത് അതാ ഞാൻ വിളിച്ചോണ്ട് വരുവാ ഇവിടെ വല്ല ശബ്ദിച്ച് വെക്കുക അവൻ വന്ന് ശബ്ദിച്ച് വെക്കുക കണ്ടും കുടിച്ച് വന്ന് സ്വന്തം തള്ളൽ പുലിവാലോ വലിച്ചു വലിക്കുകയോ ലേസടിച്ച് അമ്മ കാണുന്നില്ലയോ നമ്മുടെ എന്തോ കണ്ണിനാത്തോടെല്ലാം അടിക്കുക സ്വന്തം സമയത്ത് കണ്ടവരെ പത്താമ്പുറത്ത് കിടന്നവനാണ് നാളെ തെണ്ടികള് വ്യഭിചാരികള് നമ്പർ 1 വ്യഭിചാരിയാണ് കോട്ടയിലെ ഭാർഗവി ശാരദയും കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഓരോ നമ്പർ വ്യഭിചാരികൾ ഇവരെ വ്യഭിചാരികൾ ലോകത്തൊന്നുമില്ല കോട്ടയിലെ പോലെ രണ്ട് കല്യാണത്തിന് ഓരോരുത്തർ പറഞ്ഞതാ അയ്യോ അവരുടെ കേരളത്തിലെ മോനെ കല്യാണം കഴിക്കുന്നതെന്ന് പറയാനല്ല അപ്പൊ കല്യാണത്തിൽ വന്നവരെന്നോട് പറഞ്ഞതാ അവരുടെ കേരളത്തിലെ മോനെ കല്യാണം കഴിച്ചെന്ന് പറയാനല്ല അത്രയ്ക്ക് 100 പോയി 400 പോയി കൂടി ശാരദയുടെ കാര്യം ഓർത്തിട്ട് അത്രയ്ക്ക് നാണം കെട്ടോളായിരുന്നു അവിടെ ഇവിടെ കണ്ടാൽ അപ്പ ശാരദ എവിടെ കണ്ടാൽ ശാരദ അപ്പത് ഈ 4 മുഴുവൻ നോക്കി വേടിച്ച ആൾക്കാരായിരുന്നു ഒരു ചുമതലയുടെ ഉള്ള ഒരു പോലീസുകാരൻ വന്നു അവസാനം എല്ലാവരും കൂടെ അവൾ പോയി അവിടെ ചെന്നപ്പം അവിടെ ഇവരെ പോലീസുകാരന്റെ മുൻപിളം വെച്ച് വെച്ചു അവിടെ പിന്നെ ചുമതല ചുറ്റോളങ്ങര എനിക്ക് മാത്രമേ ജീവിക്കാൻ പറ്റാത്തത് ഭർത്താവിനെ കളഞ്ഞിട്ടുണ്ട് ഇവരാരോ ചോദിക്കാം ഭർത്താവിനെ കളഞ്ഞത് ഇവിടെ നാട്ടിലുള്ള ആരും ഡിവോഴ്സ് ചെയ്തില്ലയോ ഭർത്താവിനെ കളഞ്ഞ് നടക്കുന്നെന്ന് ഞാൻ തോമച്ചാല് ഇവന്റെ പെണ്ണുപിള്ള എന്തിയെ മോഹൻ സിംഗിന്റെ ഒക്കെ പെണ്ണുപിള്ള എന്തിയെ നമ്മുടെ വീട്ടിൽ ഭരിക്കാൻ ഇവരൊക്കെ ആരാ നമ്മുടെ വീടുകളിൽ ഭരിക്കാന് ശല്യമാണോ ഒരുപാട് ചോരക്കാരുടെ കൂടെ ഭർത്താവിന്റെ കൂടെ ഒക്കെ വലിയ ശല്യമായിട്ട് മാറിയിരിക്കുകയാണ് എന്നെ കൊല്ലുവന്നോ തിന്നുവന്നോ വലിയ ഭീഷണി നിന്റെ അമ്മ നമ്പർ 1 വിചാരിച്ചായിരുന്നോടാ ശാരദ പറഞ്ഞത് നമ്പർ 1 വിചാരികളായിരുന്നല്ലോ കോട്ടയിലെ പോലെ വിചാരികൾ എവിടെയും ഉണ്ടോ ഇതൊക്കെ ഞങ്ങൾ സംസാരിക്കാൻ വരുന്നത് ഞങ്ങളുടെ കുടുംബത്തിൽ പറഞ്ഞുകൊണ്ടേ ഞങ്ങൾ ഭർത്താൻ താമസിച്ചെങ്ങും പോയില്ല ഞങ്ങളുടെ ഞങ്ങളെ കല്യാണം വെച്ചോട് കൊടുക്കാൻ താമസിച്ചെങ്ങും പോയില്ല ഞങ്ങൾ അഭിമാനം കൊണ്ടെങ്ങും പോയില്ല എന്റെ ഹിന്ദിക്കാരൻ വരുന്നതിനകത്ത് ഇവന്മാർക്ക് ലോകം ഹിന്ദിക്കാരൻ വരുവാൻ നിങ്ങൾ എന്താ ചെയ്യും നിങ്ങളെ ഹിന്ദിക്കാരന്റെ ഒരു രോഗം വലിച്ചിട്ടില്ല ഹിന്ദിക്കാരന്റെ ഒരു രോഗം നിങ്ങൾ വലിച്ചിട്ടില്ല ഞാനാ പറയുന്നത് രത്നങ്ങൾ തന്നെ പറയുന്നത് ഹിന്ദിക്കാരന്റെ ഡൽഹിയിലും നമ്മളോടൊന്ന് ഗുസ്തിയായിരുന്നു കുറെ എണ്ണം കൊല്ലച്ചോ ഇതുപോലെ നിങ്ങളെ കാണിച്ചു പെടുന്നത് ഇന്നത്തെ വേണം ഞാൻ മറ്റുള്ളവരും പറഞ്ഞു കൊടുക്കുന്നത് വേണം പെണ്ണുങ്ങൾക്ക് ജീവിക്കണ്ട കൊല്ലച്ചോ ഗൂണ്ടായിസം തന്നെ ഓലകെട്ടി ഗൂണ്ടായിസം തന്നെ നടത്തുന്നു ഓലകെട്ടി ഗൂണ്ടായിസം ഞങ്ങളെ കൊല്ലാൻ തുണയുണ്ടായ സോമനൊക്കെ ഞാനാ സോമരായ നമുക്ക് തുണയിലെ കയറി വാങ്ങാം മോഹൻ സിംഗ് നീ വളരെ നൽകും സമയമുണ്ട് വേണം നിന്റെ പെണ്ണുമ്പിളേക്കും വേണം നിന്റെ പെണ്ണുമ്പിളെ വിളിച്ചുകൊണ്ട് വേണം ഞങ്ങളെ കൊല്ലാൻ നിന്റെ പെണ്ണുമ്പിളെ ആരും കൊണ്ടുപോയടാ നിന്റെ പെണ്ണുമ്പിളെ ആരും കൊണ്ടുപോയടാ ഞാൻ മോഹൻ സിംഗ് നിന്റെ പെണ്ണുമ്പിളെ ആരും കൊണ്ടുപോയടാ അതെ ഞങ്ങളോട് വന്നാൽ നിന്റെ പെണ്ണുമ്പിളെ ഇവന്റെ പെണ്ണുമ്പിള്ള എന്ത് ഇവന്റെ പെണ്ണുമ്പിള്ള കോടതി വഴിയാന്ന് ബന്ധോ എന്ത് പറഞ്ഞേ ഇവന്റെ പെണ്ണുമ്പിള്ള എന്ത് ഞങ്ങൾ എന്റെ മോളെ മാവേലിക്ക് കോടതി വഴിയാ ആർക്കും ചോദ്യം ചെയ്യാൻ അവകാശം അതനുസരിച്ചാണ് ചോദ്യം